ഹലോ, വെൽക്കം ബാക്ക്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സ്കേർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 2 മീറ്റർ ഷർട്ടിൻ്റെ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 36 ഇഞ്ച് വിഡ്ത്താണ് ഈ മെറ്റീരിയലിനുള്ളത്. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 30 ഇഞ്ച്, വേസ്റ്റ് മെഷർമെൻറ്റ് 25 ഇഞ്ച്. ഈ 3 അളവുകളാണ് സാധാരണ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരിക. തുണി നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം ഫ്രണ്ട് പോർഷൻ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും വേസ്റ്റ് ബാൻഡ് ഒഴിച്ചുള്ള ലെങ്ത്ത് വരുന്നത് 28 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ മുകളിലെ 1/2 ഇഞ്ച് സീം അലവൻസും താഴെ 1.5 ഇഞ്ച് സീം അലവൻസും ആയിട്ട് 30 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് പോർഷനും ഇതേ അളവിൽ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് പോർഷൻ്റെ വേസ്റ്റ് ബാൻഡ് ചെയ്യാനായിട്ട് സെയിം വിഡ്ത്ത്, അതായത് 36 ഇഞ്ച് വിഡ്ത്തും 5 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പോർഷനിൽ നമ്മൾ ഇലാസ്റ്റിക്കാണ് ഇടുന്നത്. അപ്പോൾ നല്ല ചുരുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വിഡ്ത്തിൽ തുണി എടുക്കുന്നത് കേട്ടോ. ഫ്രണ്ട് പോർഷൻ്റെ വേസ്റ്റ് ബാൻഡ് ഫ്ലാറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫ്രണ്ട് പോർഷൻ്റെ വേസ്റ്റ് ബാൻഡിൻ്റെ വിഡ്ത്ത് നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റിൻ്റെ ഹാഫാണ് എടുക്കുക. അപ്പോൾ 25 ഇഞ്ചിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 12.5 ഇഞ്ച്. 12.5 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസ് 2 സൈഡിലും കൊടുത്തിട്ട് നമുക്ക് 13 ഇഞ്ച് വിഡ്ത്ത് എടുക്കാം, 5 ഇഞ്ച് ലെങ്ത്തും. ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 സൈഡ് പോക്കറ്റാണ് കട്ട് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് തുണി 2ആയിട്ട് മടക്കിയിട്ടിട്ട് നമ്മുടെ കൈ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. ഈ മാർക്കിങ്ങിൽ കൂടെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ഒരു പോക്കറ്റ് റെഡിയായി. ഇനി ഒരു പോക്കറ്റും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് തുണി ഞാൻ വീണ്ടും മടക്കിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത പോക്കറ്റ് അതിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ഇതുപോലത്തെ 4 പീസ് കിട്ടിയിട്ടുണ്ട്. 2 പീസ് വീതം ഓരോ പോക്കറ്റിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ബാക്കിൽ മാത്രമാണ് നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക്കിന് എടുക്കേണ്ടത് വേസ്റ്റ് മെഷർമെൻറ്റിൻ്റെ ഹാഫ് മൈനസ് 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച്. ഞാനിവിടെ 2 ഇഞ്ചാണ് എടുക്കുന്നത്. ചിലർ 4 ഇഞ്ച് വരെയൊക്കെ എടുക്കും. ഇനി കട്ട് ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഫ്രണ്ടിലത്തെ വേസ്റ്റ് ബാൻഡ് എടുത്തിട്ട് അതിൽ പേപ്പർ ക്യാൻവാസ് ഒട്ടിക്കുകയാണ്. 1/2 ഇഞ്ച് വീതം ചുറ്റും വിട്ടിട്ട് വേണം പേപ്പർ ക്യാൻവാസ് ഒട്ടിക്കാനായിട്ട്, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ക്യാൻവാസ് വേസ്റ്റ് ബാൻഡിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോക്കറ്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ നോക്കാം.
ആദ്യം ഫ്രണ്ട് പോർഷൻ നിർത്തിയിടുക. ഫ്രണ്ട് പോർഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ നിന്ന് താഴേക്ക് അളവെടുക്കുക. 4 ഇഞ്ചോ 5 ഇഞ്ചോ എടുക്കാം. അവിടെയായിട്ട് നമ്മുടെ പോക്കറ്റിൻ്റെ ഒരു പീസ് ഫിക്സ് ചെയ്യാം. മറ്റേ സൈഡിലും അതുപോലെ തന്നെ ആ പോക്കറ്റിൻ്റെ തന്നെ മറ്റേ പീസ് ഫിക്സ് ചെയ്യാം. ഞാനിപ്പോൾ പിൻ കുത്തിയിട്ട് ഉറപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ബാക്ക് പോർഷനിലും ഇതുപോലെ തന്നെ ചെയ്യാം. തുണിയുടെ നല്ല വശത്താണ്, അതായത് ഫ്രണ്ട് പോർഷൻ്റെ നല്ല ഭാഗത്താണ് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് മറച്ച് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മറ്റേ വശത്തും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പോക്കറ്റ് മറച്ചതിന് ശേഷം ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് പോർഷനിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡിൽ സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ കുത്തി നിർത്തിയതിന് ശേഷം പോക്കറ്റിൻ്റെ ഇങ്ങനെ അടിച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ കുത്തി നിർത്തുക. പിന്നെ താഴേക്ക് നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അറ്റം വരെ. അതുപോലെ തന്നെ മറ്റേ സൈഡിലും മുകളിൽ നിന്ന് തുടങ്ങി ഇവിടെ കുത്തി നിർത്തിയതിന് ശേഷം പോക്കറ്റ് ആ റൗണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി പോക്കറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം പോക്കറ്റിൻ്റെ ആ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ അറ്റത്ത് വരുമ്പോൾ ഇവിടെ ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഗാദേഴ്സ് ഇട്ട് അത് 12.5 ഇഞ്ചിലേക്ക് കൊണ്ടുവരണം. ഗാദേഴ്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. 12.5 ഇഞ്ചാണ് വേണ്ടത്. വേസ്റ്റ് ബാൻഡ് യോജിപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഫ്രണ്ടും ബാക്കും വേസ്റ്റ് ബാൻഡ് എടുത്തിട്ട് നമ്മൾ നല്ല വശം ഒരുമിച്ച് വെച്ച് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് സ്കേർട്ടിൽ ഫിറ്റ് ചെയ്യാം. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ സൈഡിൽ നിന്ന് തുടങ്ങണം നമ്മുടെ വേസ്റ്റ് ബാൻഡ് വെക്കാനായിട്ട്. ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശവും ഫ്രണ്ട് വേസ്റ്റ് ബാൻഡിൻ്റെ നല്ല വശവും ഒരുമിച്ച് വരുന്ന പോലെ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാനായിട്ട്. ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാൻഡിൻ്റെ മുകൾ ഭാഗം 1/2 ഇഞ്ച് മടക്കിയടിക്കാം. ഇനി ബാക്ക് പോർഷൻ മാത്രം 1 ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കിലെ വേസ്റ്റ് ബാൻഡിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇലാസ്റ്റിക് കടത്തി കൊടുക്കാം. ഇലാസ്റ്റിക്കിൻ്റെ ഒരു സൈഡ് വിട്ടുപോകാതിരിക്കാനായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്ക് പോർഷൻ ഫുള്ള് ഇലാസ്റ്റിക് കടത്തിയതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ടിലെ വേസ്റ്റ് ബാൻഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്കേർട്ടിൻ്റെ താഴത്തെ ഭാഗം 1/2 ഇഞ്ച് ആദ്യം മടക്കി അടിക്കാം.
ഇനി 1 ഇഞ്ച് കൂടി മടക്കി ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്കേർട്ടാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.